പെട്ടെന്നിപ്പോ എങ്ങോട്ട് മാറും? ഒരു വീട് കിട്ടിയിട്ടുണ്ട്. അവിടെ താമസിച്ചുകൊണ്ട് വേറെ നല്ല വീട് നമുക്ക് കണ്ടുപിടിക്കാം. ഓനച്ചായൻ എന്താ പറ്റിയത്? ചെറിയൊരു നെഞ്ചുവേദനയേ ഉള്ളൂ. പക്ഷെ ഭാര്യയും മക്കളും ഒക്കെ വന്നു, അതാ പ്രശ്നമായത്. എന്റെ ബാഗും ഡ്രസ്സും ഒക്കെ അവിടെയാണല്ലോ ഉള്ളത്. അത് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. എങ്ങനെ? അശോകനാണോ? ഞാൻ വിചാരിച്ചു പല കള്ളനായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് പരിപാടികൾ? പിന്നെന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? ഓനച്ചന് പശുവിനെ കുളിപ്പിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ഞാനിവിടെ അതൊക്കെ രാവിലെ കഴിഞ്ഞു. അശോകൻ എന്താ ഒരു വിഷമം പോലെ? അതല്ലല്ലോ. അശോക, ഞാൻ അവളെ തനിക്ക് തന്നെ വിട്ടു തന്നേക്കാം. കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. ആയിക്കോട്ടെ, എനിക്ക് ധൃതിയൊന്നുമില്ല. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എനിക്ക് അശോകൻ എന്താ വേണ്ട പറഞ്ഞോളൂ. ഇച്ചിരി മോരും വെള്ളോ ഇപ്പൊ എടുക്കാലോ. അതെ, അന്ന് ഓനച്ചൻ ഉണ്ടാക്കി തന്നതുപോലെ ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ച് സാവധാനം എടുത്താ മതി. അശോക, ഇതെങ്ങോട്ടാ ഈ ബായൊക്കെ ആയിട്ട്? എല്ലാം ഞാൻ പിന്നെ പറയാം. മോര് പിന്നെ കുടിക്കാം. മോര് കുടിച്ചിട്ട് പോ അശോക. പിടിച്ചോ, വേഗം വിട്ടോ. പിടിച്ചോ. ഇവിടെയാണോ? അതെ, തൽക്കാലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ഇത് മതി. സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് നരകത്തിലെത്തിയതുപോലെ തോന്നുന്നു. സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ മനസ്സിലല്ലേ രൂപ. നമ്മൾ വിചാരിച്ചാൽ ഇവിടെയും സ്വർഗാക്കാം. അവിടെ വെച്ച് മനസ്സമാധാനത്തോടെ ഒന്നും സംസാരിക്കാൻ പോലും സാധിച്ചില്ല. ഇപ്പൊ ശരിക്കും നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിയ പോലെ തോന്നുന്നു. ബ്രോക്കർ ആയിരിക്കും, അവൻ ഉടനെ അയച്ചിട്ട് വരാം. എന്താ ഓരോരോ സാധനങ്ങൾ അവിടെ ഇവിടെ വെച്ച് മറക്കുക. കണ്ടോ, ഹെയർപിൻ ബാത്റൂമിൽ ഇടുക. അയ്യോ, ഇതിനു വേണ്ടി അസുഖമുള്ള ഒരാള് അവിടെ നിന്ന് ഇവിടെ വരെ. അസുഖം? അതെ, ചില ആളുകളുണ്ട് തങ്ങൾക്ക് അസുഖമാണെന്ന് മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കാത്തവർ. അവിടെ വീട്ടുകാരൊക്കെ എത്തിയല്ലേ? ഏത് വീട്ടുകാര്? വീട്ടുകാരങ്ങനെ വന്നും പോയി ഇരിക്കും. അതൊന്നും ഓനച്ചൻ ശ്രദ്ധിക്കാറില്ല. ഇങ്ങ് വന്നേ. ഇപ്പൊ കേട്ടോ. രൂപ, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കുട്ടിയല്ല ഓനച്ചൻ. പാവം. ആ കുട്ടിയുടെ കുടുംബത്തിലെ ഓരോ കഥകൾ കേട്ട് ഞാൻ ശരിക്കും കരഞ്ഞുപോയി. ഞാനൊന്ന് ആശ്വസിപ്പിച്ചിട്ട്. വേണ്ട, ഞാൻ ധാരാളം ആശ്വസിപ്പിച്ചു. കൂടുതൽ പേരെ ആശ്വസിപ്പിച്ചാൽ കൂടുതൽ ആശ്വാസം തോന്നില്ലേ അശോക? അപ്പൊ ആശ്വാസമല്ല, അലോസരമാണ് ഉണ്ടാവുക. ആണോ? അല്ല, താനത്തിന് ആരോടും പറയാതെ ബാഗ് എടുത്ത് ഓടിയത്? രൂപ ഓനച്ചന്റെ വീട്ടിലുണ്ടെന്ന് കിരൺ എങ്ങനെയോ അറിഞ്ഞു. അതാ
ഈശ്വര, അവനതാ വരുന്നു. എന്താ എന്താ ആ തെണ്ടി കിരൺ. എവിടെ? പുറത്ത് അവൻ തന്നെ, അവൻ തന്നെ, അവൻ തന്നെ. എന്താ ചെയ്യുന്നേ? ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ സ്ഥലവും കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? അവനെ നമുക്ക് ശരിയാക്കാം. അതിനുള്ള ആളുണ്ട്. പക്ഷെ അതുവരെ രൂപയെ നമുക്ക് സുരക്ഷിതമായിട്ട് ഒരിടത്ത് താമസിപ്പിക്കണം. അതെവിടെയാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ലോക്കൽ ഗാർഡിയൻ എഴുതിക്കോ. ഓനച്ചൻ, വില്ല നമ്പർ 19, ഹാംലെറ്റ് കോക്കട്ട് വാലി, കുലശേഖരം. അത് വേണ്ട. അശോകൻ, വില്ല നമ്പർ 46, ഹാംലെറ്റ് കോക്കനട്ട് വാലി, കുലശേഖരൻ. അല്ല, ഹോസ്റ്റലിൽ ബുക്ക് ചെയ്ത് ഞാനായതുകൊണ്ട് ലോക്കൽ ഗാർഡിയൻ ഞാൻ തന്നെ ആവണം. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ഒന്നാമത് കൂടെ കൂടെ വന്ന രൂപയുടെ കാര്യങ്ങൾ നോക്കാൻ ഓനച്ചനെ വിടുന്ന സമയം പശുവിനെ കുളിപ്പിക്കല്ല, അതിന്റെ തീറ്റ. പശുവിനെ തൽക്കാലം വിറ്റാലോ എന്ന് എന്തിന്? എന്തിനെന്ന് ചോദിച്ചാൽ ഫാദർ അലക്സ് റൂം റിസർവ് ചെയ്തത് ഓനച്ചന്റെ പേരില. അപ്പോ ലോക്കൽ ഗാർഡിയൻ ഓനച്ചനല്ലേ? കറക്റ്റ്, എന്റെ പേര് എഴുതിയാൽ മതി. അഡീഷണലായിട്ട് ഒരു ലോക്കൽ ഗാർഡിയനെ കൂടി വെച്ചൂടെ? അതെന്തിനാ? അതെ, അതിനാ ഓനച്ചൻ. സന്ദർശകർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്സ്റ്റേറിൽ രണ്ടാമത്തെ മുറിയാ, അങ്ങോട്ട് ചെന്നോളൂ. ഓക്കെ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ? അല്ല, ബാഗ് മേലെ. അതൊക്കെ ആ കുട്ടി എടുത്തോളൂ. ഇതൊരു ലേഡീസ് ഹോസ്റ്റൽ, അശോക. ആദ്യം അത് മനസ്സിലാക്ക്. ഞാൻ എടുത്തോളാം. ശരി എന്നാ. ബൈ ബൈ. ബൈ. Thank you very much, madam. ശരി. Okay. അശോക് കയറുന്നില്ലേ? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. എവിടെയാ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരിടവഴിയുടെ സൈഡിൽ അയാളെ വീട്. കാറ് പോകില്ല. ആഹാ. ആ, ആ സർ. ഇത് അശോകന. എന്താ സർ? ഓനച്ചനെ പറ്റി ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ വേദനയോടെ ഞാൻ പിൻവലിക്കുകയാണ്. അയാൾ നല്ലവനല്ല. എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട് അയാൾക്ക്. കരുതിയിരിക്കുക. ഞാനിതാ മുൻവശത്തെ റോഡിലുണ്ട്. മുറിയിൽ നിന്ന് നോക്കിയാൽ എന്നെ കാണാം. ഒന്ന് ജനാലക്കൽ വരൂ. ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ്.